ഓഡിയൻസിനോട് കൂടി ചോദിച്ചിട്ട് വരാം. എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ഈ കേരളത്തിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് ബിജുകുമാറിന്റെ അഭിപ്രായം. നമുക്ക് നോക്കാം, കേരളത്തിൽ കോട്ടയത്ത് നിന്നും ആരായിരിക്കും പാർലമെന്റിലേക്ക് ഏറ്റവും അനുയോജ്യം? കോട്ടയത്ത് നിന്ന് തോമസ് ചാഴികാടനായിരിക്കും വിജയിക്കുക. എന്തുകൊണ്ട്? കാരണം ഇന്ത്യയിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന, അവനവൻ കിടക്കുന്ന കിടക്കപ്പായിൽ നിന്ന് രാവിലെ എഴുന്നേക്കാൻ കഴിയുമെന്ന് പറയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഉറപ്പുള്ള സംസ്ഥാനം. പക്ഷെ ബിജു പറയുന്നത് തീവ്രവാദത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ ബിജു പറയുന്നത് അങ്ങനെ അല്ലാതാണ്. ബിജുവിന് എന്തും പറയാം. മണിപ്പൂർ കത്തിയിട്ട് ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലെ എന്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ എന്തുകൊണ്ട് കടന്നു ചെന്നില്ല ബിജുകുമാർ? മണിപ്പൂരിലെ ഒരു സംസ്ഥാനത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്ന് പോലീസിന്റെ പണിയെടുക്കലല്ല, ഗുരുവായൂരിൽ വന്ന് കല്യാണം കൂടലാണ്. ഗുരുവായൂർ അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. ഗുരുവായൂരിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവിന്റെ മകളുടെ കല്യാണത്തിന് വന്നു. അത് മാത്രമല്ല, മണിപ്പൂരിൽ പോകുന്ന കാര്യമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഞങ്ങൾക്ക് നേരിട്ടിടപെടലല്ല. ഒരു സംസ്ഥാനം കത്തുമ്പോ അത് നേരിട്ടിടപെടൽ പ്രധാനമന്ത്രിയുടെ ജോലിയല്ലേ? ഒരു സംസ്ഥാനം കത്തുമ്പോ അത് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം ഇറക്കിയിട്ടാണ് ഈ നരേന്ദ്രമോദി കല്യാണത്തിന് വന്നത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പൂർണ്ണമായും നടന്നത് ഉറപ്പുള്ള ആദ്യത്തെ ആള് മോഡിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ കലാപം ഉണ്ടാകുന്നത്? മണിപ്പൂരിന്റെ ചരിത്രത്തിൽ കലാപമുണ്ടായ കാലഘട്ടത്തിലൊന്നും വാജ്പേയിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഗോത്ര കലാപത്തെ കുറിച്ച് അവസ്ഥയെ കുറിച്ചുമാണ് ചോദിച്ചത്. ശരി, ഒരു അഭിപ്രായം കൂടി. എന്താണ് കോട്ടയത്തിന്റെ ഒരു രാഷ്ട്രീയ കാറ്റ്? കോട്ടയത്ത് തീർച്ചയായും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചിരിക്കും. യാതൊരു സംശയവും. രാഷ്ട്രീയ മര്യാദയില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. ഫ്രാൻസിസ് ജോർജ് രാഷ്ട്രീയ മര്യാദയില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. തോമസ് ചാഴികാടൻ. ജനങ്ങൾക്കറിയാലോ എന്താ കാര്യം? രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇവിടുത്തെ UDF-ന്റെ പ്രവർത്തകർ വെയിലും കൊണ്ട് മഴയും കൊണ്ട് ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥി രാഷ്ട്രീയ മര്യാദയില്ലാതെ അപ്പുറത്തെ LDF-ന്റെ കൂട്ടത്തിലേക്ക് പോയാ അദ്ദേഹം വിജയിക്കില്ല. ആര് പറഞ്ഞു ചവിട്ടി പുറത്താക്കി? രാഷ്ട്രീയ മര്യാദ ഇല്ലാത്തോട് പോയതാണ്. നിങ്ങൾ UDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതല്ലേ? പ്രിയപ്പെട്ട ബിജുകുമാർ ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിച്ചു. ബിജുകുമാർ പറഞ്ഞതാ, ഇവിടെ BJP ആണ് ഇവിടെ രാജ്യത്തിൽ എല്ലാ വലിയ വികസന പ്രവർത്തനം നടത്തുന്നു പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയ സുഹൃത്തെ ബിജുകുമാറെ, ഇവിടെ BJP എന്താണ് ചെയ്തിരിക്കുന്നത്? നരേന്ദ്രമോദി പറയും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വലിയ ഗ്യാരണ്ടി കൊടുക്കുന്ന പറഞ്ഞു. എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയത്? വികസനത്തിന്റെ ഗ്യാരണ്ടി. എന്ത് വികസനമാണ് നടപ്പിലാക്കിയത്? ഞാൻ പറയാം എന്റെ സുഹൃത്തുക്കൾ വരുന്നു. പ്രിയപ്പെട്ട എയർപോർട്ട് കൊണ്ടുവന്നാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ എയർപോർട്ട് കൊണ്ടുവന്നത്. എയർപോർട്ട് ഇരട്ടിയിലധികമായി. ഇപ്പോഴത്തെ എയർപോർട്ടുകളും നവരത്ന കമ്പനികളെല്ലാം ഇപ്പോൾ ആരുടെ കൈവശമാണ്? അദാനിയുടെ കൈവശമാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അംബാനിക്കും വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. മോദി സർക്കാരിനെ എതിർക്കാൻ ഫ്രാൻസിസ് ജോർജോ തോമസ് ചാഴികാടനോ നല്ലത്? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി. കാരണം ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ചെന്ന് മാത്രമല്ല, തനിക്ക് വോട്ട് ചെയ്ത ബഹുഭൂരിപക്ഷം 1.25 ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തത് ഇവിടുത്തെ UDF പ്രവർത്തകർക്ക്. ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്ന് മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയാ? തീർച്ചയായിട്ടും അന്ന് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അതിലൊരു പ്രശ്നമുണ്ട്. ഡിഫറൻസ് പറയാം. അതായത് ഇവർ ഇവിടെ നിന്ന് പോകുന്നത് ഇവർ പറയുന്നു പുറത്താക്കി. എങ്ങനെയാ പുറത്താക്കിയത്? അത് രാഷ്ട്രീയ മര്യാദ പുറത്താണ്. 3 മാസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ KM മാണിയെ പുറകിൽ നിന്ന് കുത്തിയത് കോൺഗ്രസുകാരാണെന്നാണ് എന്ന് മാണി സാർ മരിച്ചതിന് ശേഷമുള്ള ഇവരുടെ റിപ്പോർട്ടാണ്. അതിന് മുമ്പ് ആ റിപ്പോർട്ടില്ല. മനുഷ്യ
ചാകാത്ത പുഴു അണയാത്ത തീയുള്ള നരകത്തിൽ പോകുന്നു ഉമ്മൻചാണ്ടി അല്ലല്ലോ. ആരാ പറഞ്ഞത്? ചാകാത്ത പുഴു അണയാത്ത തീയുള്ള നരകത്തിൽ ഓക്കെ, ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം